ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 25 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. 8-29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേറിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, ഇന്നീ പ്രഭാതത്തിൽ നിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്കായി വന്നു ചേരുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി നിനക്ക് സ്തോത്രം. ഈ മഹത്വകരമായ ശുശ്രൂഷയിൽ ഷമ്മാശസ്ഥാനത്തു നിന്നും കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന അലക്സ് ഷമ്മാശനായി വിപിൻ ഷമ്മാശനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസർക്ക് നിൻ്റെ ആത്മീയ നൽവരങ്ങൾ നൽകണമേ. കർത്താവേ, ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായും ശക്തീകരിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വന്യവൈദികർക്കായി ദൈവജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷ ഒരുപോലെ അനുഗ്രഹപ്രദമായി തീരണമേ. വചനധ്യാനത്തിനായി ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്നു. വചനത്തിലൂടെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. വചനം പറയുവാൻ അടിയനെയും ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദിമസഭയുടെ രൂപീകരണവും വളർച്ചയും അപ്പോസ്തലന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ വലിയ നിയോഗം സ്വീകരിച്ച അപ്പോസ്തലന്മാർ യെരുശലേമിൽ തുടങ്ങി റോമിൽ വരെയും സുവിശേഷത്തിൻ്റെ സാക്ഷികളായി എന്നുള്ളത് അത്ഭുതാവഹമാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ 8-ാം അധ്യായത്തിൽ 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസിൻ്റെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശമ്മാശനായി വിളിക്കപ്പെട്ട് മേശമേലുള്ള ശുശ്രൂഷകൾ ചെയ്ത മിനിസ്ട്രി ഓഫ് ദ ടേബിൾ ഫിലിപ്പോസ് ആദിമസഭയുടെ ആദ്യത്തെ മിഷണറിയായി അപ്പോസ്തലന്മാരെ പോലെ തന്നെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു എന്ന് നാം വായിക്കുന്നു. ഫിലിപ്പോസിൻ്റെ ജീവിതവും സാക്ഷ്യവും പ്രവർത്തനങ്ങളും നമ്മെയും നമ്മുടെ ശുശ്രൂഷാ സരണികളെയും വെല്ലുവിളിക്കുന്നതാണ്. ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ശുശ്രൂഷാതലങ്ങളിൽ മാതൃകയാക്കാവുന്ന 3 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1. Philip had a strong conviction to the guidance of God and His grace. ദൈവ നടത്തിപ്പിലും ദൈവകൃപയിലും ഉത്തമ ബോധ്യമുള്ളവരാകുക. God has a sovereign plan about you and me. ദൈവത്തിൻ്റെ പരമാധികാരമുള്ള പ്ലാനിലും പദ്ധതിയിലുമാണ് നാം ഓരോരുത്തരും നമ്മുടെ ശുശ്രൂഷയുമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവമാണ് തന്നെ നയിക്കുന്നതെന്നും അവൻ്റെ കൃപയിലാണ് ഞാൻ ആയിരിക്കുന്നതെന്നും ഉറച്ച ബോധ്യത്തോടുകൂടെ ശുശ്രൂഷ ചെയ്തവനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് എന്ന പേരിൻ്റെ അർത്ഥം യോദ്ധാവ്, പടയാളി, എ വരിയർ, എ സോൾജിയർ. 1 തീമോത്തിയോസ് 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്ന ഉപദേശപ്രകാരമാണ്, എൻ്റെ മകനെ തീമോത്തിയോസേ, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. മഹത്വകരമായ ഈ ശുശ്രൂഷയിൽ പടചേർത്തവനായ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ പോർക്കളത്തിൽ നിൽക്കുന്ന ഓരോ പടയാളിയുടെയും ഓരോ ശുശ്രൂഷകൻ്റെയും ഉത്തരവാദിത്വമെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. സുവിശേഷകനായ ഫിലിപ്പോസിനെ നാം ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ 6-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ആദിമസഭയുടെ 2 ശുശ്രൂഷകളെ നാം അവിടെ കാണുന്നുണ്ട്. ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ദ ടേബിൾ. ആദിമസഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ വിധവമാരുടെ സംരക്ഷണത്തിനായും മേശമേലുള്ള ശുശ്രൂഷയ്ക്കായും ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള
7 പേരെ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ സ്തെഫാനോസിനോടൊപ്പം ഫിലിപ്പോസിനെയും നാം കാണുന്നുണ്ട്. ശമാശനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ ശുശ്രൂഷ ചെയ്തു. അത്യല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിന് വിചാരകനാക്കുകയും ചെയ്തു. അധികത്തിന് വിചാരകനാക്കുക മാത്രമല്ല, സ്വർഗീയ നൽവരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. എവരി ഫെയ്ത്ത്ഫുൾ വിൽ ബി റിവാർഡഡ് ബൈ ഗോഡ്. അപ്പോസ്തല പ്രവർത്തികളിൽ 8-ാം അധ്യായത്തിൽ യെരുശലേം സഭയ്ക്കുണ്ടായ വലിയ പീഡനം നേരിട്ടത് നിമിത്തം യെരുശലേമിന് 50 കിലോമീറ്റർ വടക്കുള്ള ശമര്യ പട്ടണത്തിൽ അവിടെയുള്ള ജനങ്ങളോട് ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ദൈവം കനിഞ്ഞു നൽകിയതായ ആത്മീയ നൽവരങ്ങൾ അനേകരുടെ അനുഗ്രഹത്തിനായി അവൻ വിനിയോഗിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച മനുഷ്യരുടെ ബന്ധനങ്ങൾ അഴിച്ചുമാറ്റി രോഗികളെ സൗഖ്യമാക്കി. ശമര്യയിൽ വലിയൊരു ആത്മീയ ഉണർവിന് കാരണമായി ദൈവശക്തിയോടുകൂടെ പ്രവർത്തിച്ചു. ശമ്മാശനായി ശുശ്രൂഷ ആരംഭിച്ചവനെ ആദിമസഭ സുവിശേഷകനെന്ന പേര് നൽകി പദവി നൽകി ആദരിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ശക്തമായി ഉറപ്പാക്കേണ്ട ചില വിശ്വാസ സത്യങ്ങളുണ്ട്. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ഈ മഹത്വകരമായ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും കൃപയും നടത്തിപ്പുമാണ് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് ഓരോ വൈദികൻ്റെയും ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടത്. 1 തിമോഥെയോസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി കരുണയോട് ഏൽപ്പിച്ചതാണ് ഈ ശുശ്രൂഷ എന്ന് വൈദികരായ നമ്മെ ഓർപ്പിക്കുന്നു. പട്ടക്കാരുടെ നൊമ്പരങ്ങളെ പങ്കുവെക്കുന്ന 2 ചെറു നോവലുകളുണ്ട്. ബിജു മടത്തിക്കുന്നിൽ അച്ഛൻ്റെ ബെസായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്നവനെന്നാണ്. ബെനീത്ത് അണ്ടർ ദി ഷാഡോ ഓഫ് ഗോഡ്. മറ്റൊരു നോവൽ സെബാസ്റ്റ്യൻ പള്ളിക്കത്തോടിൻ്റെ അന്യൂസ് ദെയി എന്നുള്ളതാണ്. അന്യൂസ് ദെയി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. ഒരു വൈദികന് ഈ ടൈറ്റിൽ എപ്പോഴും ചേരുന്നതാണ്. കൊഹനോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ബലി അർപ്പിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് വിളിച്ചവൻ്റെ തണലിൽ വസിക്കുവാനും ബലി അർപ്പിക്കുക എന്ന നിയോഗമേറ്റുകൊണ്ട് ക്രിസ്തുവിനെ പോലെ സ്വജീവിതം ബലിയായി അർപ്പിക്കേണ്ടവനുമാണ് വൈദികൻ. 2, ഫിലിപ്പ് ഹാഡ് എ സ്പിരിച്വൽ മെച്യൂരിറ്റി ടു ഒബേ ഗോഡ്സ് വിൽ. ദൈവിക ആലോചനയ്ക്ക് അനുസരണം കാട്ടുവാനുള്ള ആത്മീയ പക്വത ഉള്ളവരാകുക. ശമര്യയിൽ ശക്തമായ ഉണർവിൻ്റെ അനുഭവങ്ങളിൽ ഫിലിപ്പോസ് പ്രവർത്തിക്കുകയാണ്. ആ പട്ടണത്തിൽ അധികം സന്തോഷമുണ്ടായി. കർത്താവിൽ വിശ്വസിച്ച് അനേകർ സ്നാനമേറ്റു. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരോട് കർത്താവിൻ്റെ വചനം പറയുവാൻ ഫിലിപ്പോസ് ഏറെ സന്തോഷിച്ചു. നമ്മുടെ ശുശ്രൂഷകളും അനേകർക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും പകരുന്നതാകണം. നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരം അനേകർ കർത്താവിനെ അറിയുന്നതിന് മുഖാന്തരമാകണം. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഫിലിപ്പോസ് കർത്താവിൻ്റെ ദൂതനിലൂടെ ഒരു പുതിയ ആലോചന ലഭിക്കുകയാണ്. എ കോൾ ടു ലീവ് ദ ഫ്രൂട്ട്ഫുൾ പ്ലേസ്. ഫലകരമായി ശുശ്രൂഷ ചെയ്യുന്ന ശമര്യയിൽ നിന്നും യെരുശലേമിന് തെക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് നീ പോകുക എന്ന നിയോഗമാണ് ഉണ്ടായത്. ശക്തമായ ഉണർവ് ശമര്യയിലുണ്ട്. അനേക ആളുകളുടെ കൂടിവരവുണ്ട്. സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതബാധരുടെ ബന്ധനമഴിയുന്നുണ്ട്. മാനുഷികമായി നോക്കിയാൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ആരുമൊന്നും മടിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് സംടൈംസ് റീഡയറക്ട്സ് എ മിനിസ്റ്റർ away from the visible success toward a single hidden assignment. സഭാ ശുശ്രൂഷകരായ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ്. നാം വിജയകരമായി പ്രവർത്തിക്കുന്ന ഇടത്തു നിന്ന്, ഇടവകയിൽ നിന്ന്, ശുശ്രൂഷാ സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ നാം അറിയാത്ത നിയോഗങ്ങൾ നൽകി അയക്കും. ചോദ്യം ഇത് മാത്രമാണ്, ക്യാൻ യു ഗോ ഫോർ മീ? whom shall I send? who will go for me? എന്ന് യെശയ്യാവിനോട് ചോദിച്ച ചോദ്യം ദൈവം ഇന്നും ആവർത്തിക്കുന്നുണ്ട്.
ഹിയർ ഐ ആം, സെൻഡ് മീ ഓ ലോർഡ് എന്നുത്തരം പറയാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ആഫ്രിക്കയിലേക്ക് പോകാൻ ദൈവിക ആലോചന ലഭിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്. ലോർഡ്, ഐ ആം റെഡി ടു ഗോ വെയർ എവർ യു സെൻഡ് മീ. ഐ നോ യു ആർ വിത്ത് മീ. ദൈവമേ, നീ അയക്കുന്ന ഏതിടങ്ങളിലേക്ക് ഞാൻ പോകാൻ തയ്യാറാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന്. 27-ാം വാക്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഹി റോസ് ആൻഡ് വെൻഡ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് യാത്രയ്ക്കായി മുൻപോട്ട് പോയി. ദൈവിക ആലോചനകൾക്ക് കീഴ്പ്പെട്ട് അനുസരണത്തിൻ്റെ ശക്തമായ പ്രവൃത്തി ആത്മീയ പക്വതയോടുകൂടെ പ്രവൃത്തിപദത്തിൽ വെളിപ്പെടുത്തിയവനാണ് ഫിലിപ്പോസ്. ഒബീഡിയൻസ് വിതൗട്ട് ഫുൾ ഇൻഫർമേഷൻ, ഒബേയിങ് ഗോഡ് വിത്ത് സ്പിരിച്വൽ മെച്യൂരിറ്റി. എവിടേക്കാണ്, എന്തിനാണ്, എന്താണ് ശുശ്രൂഷ, ആർക്കു വേണ്ടിയാണ്, ഏത് ദേശത്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യവും ഇവിടെയില്ല. ഒരു വ്യവസ്ഥയും വെച്ചില്ല. ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്താത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമവുമില്ല. ദൈവം പറഞ്ഞു, അനുസരിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് മീതെ എനിക്ക് എൻ്റേതായ ഒരാഗ്രഹങ്ങളുമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശനിവൃത്തിക്കായി എൻ്റെ ജീവിതമിതാ സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് ഫിലിപ്പോസിനെ പോലെ നമുക്കും ഏറ്റുപറഞ്ഞ് ഈ ശുശ്രൂഷയിൽ മുന്നേറാം. 3. ഫിലിപ്പ് ഹാഡ് ആൻ ഈഗർനെസ് ടു ലവ് ദ ഗോസ്പൽ റാദർ ദാൻ ഹിസ് ഫെയിം. പ്രശസ്തിയേക്കാൾ സുവിശേഷത്തെ തീവ്രമായി സ്നേഹിക്കുക. ദൈവിക ആലോചനകളോട് അനുസരണക്കേട് കാട്ടുവാൻ പാടില്ല. ദൈവവിളി അനുസരിക്കുവാനുള്ള ആഗ്രഹം, ചോദ്യം ചെയ്യാതെ പോകുവാനുള്ള മനസ്സ്, ദൈവം ശബ്ദം കേൾക്കുവാനുള്ള ചെവി, അനുസരിക്കുവാനുള്ള ഹൃദയം, ചുവടുവെപ്പാനുള്ള ശക്തി, പ്രവർത്തിക്കുവാനുള്ള കരുത്ത് ശുശ്രൂഷകരായ നമുക്ക് ഇന്ന് ഏറെ ആവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 26-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാട്ടിയിട്ടില്ല എന്ന് പൗലോസ്ലീഹ അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പാകെ പ്രസ്താവിക്കുന്നുണ്ട്. എത്യോപ്യക്കാരനായ ഷണ്ണൻ തൻ്റെ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് ഫിലിപ്പോസ് കാണുകയാണ്. 29-ാം വാക്യം: ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക. ഗോ അപ്പ് ആൻഡ് ജോയിൻ ദ ചാരിയോട്ട്. തൻ്റെ ശുശ്രൂഷ ഒരു വ്യക്തിയോടാണ് എന്ന് മനസ്സിലാക്കിയവൻ വിഷമിക്കുന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദത്തിന്, ആലോചനകൾക്ക് ചെവി ട്യൂൺ ചെയ്തിട്ടുള്ളവൻ ലഭിക്കുന്നതായ എല്ലാ അവസരങ്ങളും സുവിശേഷം പറയാൻ, യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയാൻ ഉപയോഗിക്കും. അതെ, ഫിലിപ്പോസിൻ്റെ ഹൃദയം അതിനായി വെമ്പൽ കൊള്ളുകയായിരുന്നു. ഭാഗ്യസ്മരണീയനായ ഈശോമാർ തീമത്യോസ് തിരുമേനി ആരെ കണ്ടുമുട്ടിയാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്രകാരമാണ്: കുഞ്ഞേ, യേശു നിനക്കാരാണ്? യേശുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിച്ചിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് പോകുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഇന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വളരെ കുറവാണ്. ഈശോ തിരുമേനി ഒരിക്കലൊരു പട്ടക്കാരനോട് ചോദിച്ചത് ഇപ്രകാരമാണ്: ഹൂ ഈസ് എ സക്സസ്ഫുൾ അച്ഛൻ? ഇന്നിൻ്റെ കാലത്ത് ഇതിന് ഒത്തിരി ഉത്തരങ്ങൾ പറയാനുണ്ടാകാം. എന്നാൽ തിരുമേനി ഇതിന് പറഞ്ഞ ഉത്തരം നമ്മുടെ ശുശ്രൂഷകളെ കുറച്ചുകൂടെ ഗൗരവമായി കാണണമെന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞ ഉത്തരം ഇപ്രകാരമാണ്: ഏൽപ്പിച്ച ജനം ഏൽപ്പിച്ചതിനേക്കാൾ അധികം യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ ഒരുക്കുന്നവനാണ് വിജയിക്കുന്ന പട്ടക്കാരൻ. ഏൽപ്പിച്ച ജനം ഏൽപ്പിച്ചതിനേക്കാൾ അധികം യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ ഒരുക്കുന്നവനാണ് വിജയിക്കുന്ന പട്ടക്കാരൻ. 30 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു: അവനോടി തേരിനോട് ചേർന്ന് നടന്ന് ചോദിക്കുന്ന ചോദ്യപ്രകാരമാണ്: ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ റീഡിങ്? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? തനിക്ക് ഈ വേദഭാഗം പൊരുൾ തിരിച്ചു തരുവാനായി ഫിലിപ്പോസിനെ ഷണ്ണൻ തേരിലേക്ക് ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 7-8 വാക്യങ്ങളായിരുന്നു ഷണ്ണൻ വായിച്ചുകൊണ്ട് ഇരുന്നത്. ഫിലിപ്പോസ് മറ്റൊരു പ്രസംഗമല്ല നടത്തിയത്. ആ വേദഭാഗത്തു നിന്ന് തന്നെ സുവിശേഷത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. റിവീൽ ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ, ഹൂ ഈസ് ദ സഫറിങ് സെർവൻറ്റ് എന്നുള്ള പ്രസംഗമാണ്
ഫിലിപ്പോസ് ഷണ്ണനോട് പറയാൻ ശ്രമിച്ചത്. ദ സഫറിംഗ് സെർവൻറ്റ് ഈസ് ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. കഷ്ടപ്പെടുന്ന ദാസൻ, ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവാണ്. The slaughtered lamb is become the victorious lamb. മുറിവേറ്റ കുഞ്ഞാട് വിജയാളിയായി തീർന്നവനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലിവിങ് സൺ ഓഫ് ഗോഡ്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് ഫിലിപ്പോസ് വചനധ്യാനത്തിലൂടെ ഷണ്ണനോട് പങ്കുവെച്ച് കൊടുത്തത്. സുവിശേഷ മർമ്മം ഫിലിപ്പോസ് അവന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഷണ്ണൻ പരസ്യമായി യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നേറ്റു പറഞ്ഞുകൊണ്ട് സ്നാനം സ്വീകരിച്ചു എന്ന് നാം വായിക്കുന്നു. ആഫ്രിക്കയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയാകാൻ ദൈവം ഒരുവനെ മാനപാത്രമായി തിരഞ്ഞെടുത്തു എന്ന് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, പ്രോഗ്രാമുകൾ, കാര്യപരിപാടികൾ, ഒത്തിരി തിരക്കുകൾ ഒത്തിരി നമുക്കുണ്ടായിരിക്കാം. ബട്ട് പ്രീച്ചിങ് ക്രൈസ്റ്റ് ഈസ് ദ അൾട്ടിമേറ്റ് മാൻഡേറ്റ് ഓഫ് ആൻ ഈച്ച് ആൻഡ് എവരി ഗോഡ് സെർവൻറ്റ്. പ്രിയമുള്ള ശമ്മാശന്മാരെ, ഇന്ന് വചനപ്രഘോഷണത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടുകൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിയോഗം ലഭിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ മന്ന ദൈവജനത്തിന് വിളമ്പുവാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. ശുശ്രൂഷയിൽ മനുഷ്യരോട് ചേർന്ന് നടക്കുന്നവർക്ക് മാത്രമേ അവരുടെ ചോദ്യങ്ങൾ കേൾക്കാൻ, പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, വേദനകൾ കാണാൻ, കണ്ണീരൊപ്പാൻ കഴിയൂ. പുരോഹിത, ഇതാണ് നിൻ്റെ നിയോഗം, ഇതാണ് നമ്മുടെ വിളി. പ്രശസ്തനാകുവാനായിട്ടല്ല, വിശ്വസ്തനായിരിക്കുവാനായിട്ടാണ് ഈ നിയോഗം. കഴിവുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയാനായിട്ടല്ല, ക്രെഡിറ്റ് എടുക്കുവാനായിട്ടില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ടാണ് ഈ വിളിയും തെരഞ്ഞെടുപ്പും. മദർ തെരേസ നോബൽ സമ്മാനം വാങ്ങിയതിന് ശേഷം മറുപടി പറഞ്ഞത് ഒരു പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, എന്നെ ഒരിക്കലും ഒരു പ്രശസ്തയാക്കരുതേ, എന്നെ ഒരു വിശ്വസ്തയാക്കണമേ. ഇതുതന്നെയാകട്ടെ ശുശ്രൂഷകരായ നമ്മുടെയും പ്രാർത്ഥന. ഫിലിപ്പോസിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ആ സീനിൽ നിന്ന് തന്നെ, ആ സ്ഥലത്തു നിന്ന് തന്നെ ഫിലിപ്പോസ് മാറ്റപ്പെടുകയാണ്. അസ്തോദിലും കൈസരിലുമുള്ള എല്ലാ പട്ടണങ്ങളിലും സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം 8 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്കുള്ള തൻ്റെ യാത്രാമധ്യേ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു എന്നും അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു എന്നും സാക്ഷീകരിക്കുന്നുണ്ട്. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ ജീവിതവും സാക്ഷ്യവും പ്രവർത്തനങ്ങളും കുടുംബവും നമ്മെയും ശുശ്രൂഷകരായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെയും വെല്ലുവിളിക്കുന്നതാകട്ടെ. 7 പേരിലൊരുവനായ ഫിലിപ്പോസിൻ്റെ മാതൃകാപരമായതും അനുകരിക്കാവുന്നതുമായ 3 ചിന്തകളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ശുശ്രൂഷകൻ ദൈവ നടത്തിപ്പിലും ദൈവകൃപയിലും ഉത്തമ ബോധ്യമുള്ളവനായിരിക്കണം. 2, ഓരോ ശുശ്രൂഷകനും ദൈവിക ആലോചനയ്ക്ക് അനുസരണം കാട്ടുവാൻ ആത്മീയ പക്വത ഉള്ളവരായിരിക്കണം. 3, പ്രശസ്തിയേക്കാൾ സുവിശേഷത്തെ, ക്രിസ്തുവിനെ തന്നെ തീവ്രമായി സ്നേഹിക്കുവാൻ കഴിയുന്നവരാകണം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം.